ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ഫ്ലഫി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉള്ളിൽ നല്ല ജ്യൂസിയും പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 മുട്ട നമുക്ക് എഗ് യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ആക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇത് മധുരം വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്കാദ്യം എഗ് യോക്കും വൈറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ മഞ്ഞയിലേക്ക് തന്നെ ഒരു നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ മധുരം വെച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി അതുപോലെ തന്നെ നമുക്ക് എഗ് വൈറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പതിരിച്ചെടുക്കുക. ഇപ്പോൾ 2 മിനിറ്റ് തന്നെ ഹാൻഡ് ബീറ്റർ ആണെങ്കിലും വിസ്ക് ആണെങ്കിലും നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പതിഞ്ഞ് വരും. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റൂം ടെമ്പറേച്ചറായിട്ടുള്ള മുട്ട തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊട്ടും തന്നെ വെള്ളവും പാടില്ല. അപ്പോൾ ഇതായത് ഇവിടെ നന്നായിട്ട് തന്നെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. അവിടെ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എഗ് വൈറ്റിലേക്ക് ഞാൻ ചേർത്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര ഇട്ട് വെച്ചിട്ടുള്ള ഒരു എഗ് യോക്ക് നമുക്ക് ഈ ഒരു വൈറ്റിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒന്നായിട്ടൊന്ന് കുത്തിക്കോരി മിക്സ് ചെയ്യരുത്. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഒന്ന് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എല്ലാ സൈഡിലും ഒരേ കനത്തിലാക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതവിടെ മൂടി വെച്ച് 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പം കുറച്ച് ഭാഗം കൂടെ മുകളിലൊക്കെ ഒന്നും കൂടെ റെഡി ആയിട്ട് വരാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മൂടി വെച്ച് നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അത് എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് മറിച്ചിടാൻ നടക്കില്ല, കാരണം അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് 2 ഭാഗവും ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.